പരിശുദ്ധാത്മുടാ പരിശുദ്ധാത്മുടാ സ്വാഗതം അയ്യാ പരിശുദ്ധാത്മുടാ സ്വാഗതം അയ്യാ നായകുടവു നാവികുടവു నా బోధకుడవు నా స్నేహితుడవు రండి 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 పరిశుద్ధాత్ముడా రండి 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 പരിശുദ്ധാത്മുടാ. എന്നെ അനുസരിക്കാത്തവർ ഇവിടെ 23-ാം വാക്യം പറയും, they certainly shall not see the land which I have sworn to fathers. അവരുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അവർ എന്നെ പൂർണ്ണമായി അനുസരിക്കാത്തവർ ആ ദേശം കൈവശമാക്കിയില്ല. അപ്പം അനുഗ്രഹിക്കപ്പെടുവാൻ വ്യവസ്ഥയുണ്ട്. ഞാൻ 38 വർഷമായി വടക്കേന്ത്യയിലേക്ക് പോയിട്ട് ഒരുപാട് ഗ്രാമങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരുപാട് സുവിശേഷകരെ ഒരുക്കിയിട്ടുണ്ട്. 400-ലധികം സുവിശേഷകർ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ കൈകൊണ്ട് 42 സ്ഥലത്തെ ചർച്ച് പണിതു. എൻ്റെ മോനെ ഞാൻ ചർച്ച് പണിയാനും ഒക്കെ പഠിപ്പിക്കും. ചെറിയ ചെറിയ ചർച്ചുകളാകും. 40 അടി നീളവും 20 അടി വീതി ഗ്രാമങ്ങളിൽ. ഒരിക്കൽ ഞാൻ ഒരു ചർച്ച് ചെറിയൊരു ചർച്ച് 30 അടി നീളവും 20 അടി വീതിയുള്ളൊരു ചർച്ച്. അതിന് ഇഷ്ടിക എല്ലാം തെളിഞ്ഞു നിൽക്കുക. മഴ പെയ്യുമ്പം അത് പൊടിഞ്ഞു വീഴുക. ഞാൻ ജെസ്സിയോട് പറഞ്ഞു, നമുക്കിതൊന്ന് ശരിയാക്കിയാലോ. 2 ചാക്ക് സിമെന്റ് മേടിക്കാനുള്ള കാശ് അന്ന് 125 രൂപയായി. 250 രൂപ കൊടുത്ത് 2 ചാക്ക് സിമെന്റ് വാങ്ങിച്ച് സൈക്കിളിന്റെ നടുക്കിൽ വെച്ച് തള്ളിക്കൊണ്ട് പോയി ഈ 15 രൂപയെന്ന് കൊലശ്ശേരിന്നല്ലേ ഇവിടെ പറയുന്നത്, കരണ്ടി എന്നാ പറയുന്നത്. ഈ കരണ്ടി 15 രൂപയെന്ന്. ഈ കരണ്ടി വെച്ച് ഇത് സിമെന്റ് പൊളിച്ചിട്ട് അടിക്കുമ്പോൾ വലിച്ചടിച്ചു കഴിയുമ്പോൾ ഇത് പോരും, താഴേക്ക് പോരും. ഒരെണ്ണം അടിച്ചു കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തത് താഴെ പോരും. അവസാനം പ്ലാസ്റ്റിക്കിന്റെ ഈ കൂട് കയ്യിലിട്ടിട്ട് തേച്ച് പിടിപ്പിച്ചു. എന്തായാലും അത് കഴിഞ്ഞ് ഒരു പട്ടിക കഷ്ണം എടുത്തിട്ട് ഇത് നേരെയാണ്. അത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, പണിയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഗ്രാമങ്ങളിൽ ചർച്ചകളില്ലാത്തിടത്ത്, ഞാൻ 1000-കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സ്നാനപ്പെടുത്തിയതെല്ലാം യേശുവിനെ അറിയാത്തവരാണ്. ഞാൻ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളെല്ലാം ഒരുക്കിയെടുക്കുന്ന സുവിശേഷകരെല്ലാം ഒരിക്കലും യേശുവിനെ കേൾക്കാത്ത ഇടങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത്. ഞങ്ങൾ ബൊബിളി ഒറീസയുടെ അതിർത്തിയിൽ വനപ്രദേശങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു നക്സലൈറ്റിനെ കുറിച്ച്. വറങ്കലിലാണ് ഏറ്റവും കൂടുതൽ നക്സലൈറ്റ്. വറങ്കലിലാണ് ഞാൻ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അതായത് ഒറീസയുടെ അതിർത്തികൾ, ബസ്തർ എന്ന് പറയുന്നത് ഏതാണ്? മധ്യപ്രദേശിന്റെ താഴെ ഭാഗങ്ങള്, ഛത്തീസ്ഗഡിന്റെ ഏരിയകള്. നക്സലൈറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ചിരുന്ന നല്ലമല അടവി എന്ന് പറയുന്നൊരു വനപ്രദേശമാണ്. മഹാരാഷ്ട്ര, ഒറീസ, തെലങ്കാന. ഇന്ന് വടക്കേന്ത്യക്ക് വേണ്ടി സ്വോത്രാഴ്ച ഞാൻ ഓർത്ത് വടക്കേന്ത്യ സ്നേഹിക്കുന്നവരും വടക്കേന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരമുള്ള പാസ്റ്ററാണല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ പ്രവർത്തികളിൽ പങ്കാളിയാകുന്ന സഭകളാണ് വളരുന്നത്. ഇവിടെ നമ്മൾക്ക് അവന് ഒരു ഡിഫറൻറ്റ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഹി ഹാസ് എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. ആർക്ക്? കാലേബിന്. അതായത് 30 ലക്ഷം ജനങ്ങൾ ഈജിപ്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ആര്? കാലേബ്. ആ കാലേബിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നമ്മളും സാധാരണ മനുഷ്യരാണ്. ഈ അസാധാരണമായി തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്.
അസാധാരണമായി തീരുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ വാക്കുകൾക്ക് മാറ്റം ഉണ്ടാവുമ്പോഴാണ്. അസാധാരണമായി തീരുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ പ്രവൃത്തികൾക്ക് മാറ്റം ഉണ്ടാവുമ്പോഴാണ്. ഈ പ്രവൃത്തികളുടെ മാറ്റം എപ്പോഴാണ് സംഭവിക്കുന്നത്? When we have a different spirit. വാക്കുകൾ മാറ്റിയാൽ എന്ത് സംഭവിക്കുന്നറിയോ? നമുക്ക് നന്മ പിന്തുടരും നമ്മളെ. അതായത് നന്മയും കരുണ എന്ത് ചെയ്യുക? നമ്മെ പിന്തുടരുക. നന്മയും കരുണ എന്ത് ചെയ്യുക? നമ്മളെ പിന്തുടരുക. ഞാൻ കുടുംബമായിട്ട് ഉത്തർപ്രദേശിലാവുമ്പോൾ ഇരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ പാസ്റ്റർ പറഞ്ഞു, ബിജു ഇനി വിവാഹം കഴിച്ചിട്ട് ശുശ്രൂഷിച്ചാൽ മതി. സഭയിൽ ഒത്തിരി ആളുകൾ വരാൻ തുടങ്ങി. എനിക്ക് 23 വയസ്സേ ഉള്ളൂ. സഭ നിറച്ച ആളുകൾ വരാൻ തുടങ്ങി. ഒത്തിരി ചെറുപ്പക്കാരികളും ഒക്കെ വരാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ബിജു ശുശ്രൂഷയിൽ അഭിഷേകമുള്ളവനാ, പേരുദോഷം വന്നു കഴിഞ്ഞാലേ അതുകൊണ്ട് പെട്ടെന്ന് പോയി വിവാഹം കഴിക്കാൻ ഒരു ഷർട്ട് മേടിക്കാൻ എൻ്റെ ഈ കാശില്ല. പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഒരു ഉടുപ്പെടുത്ത് തരാം. ഈ ഉടുപ്പും കൊണ്ട് കല്യാണം കഴിയും. പക്ഷേ ദൈവം അങ്ങനെ സമർപ്പിക്കപ്പെട്ടൊരു പെൺകുച്ചിനെ എനിക്ക് തന്നു. ഞാൻ വിവാഹം കഴിച്ചു പോകുമ്പോൾ ഒരു പാത്രം മേടിച്ചു തരാൻ ആരുമില്ല. ഞാൻ തീരുമാനിച്ചു സ്ത്രീധനം വാങ്ങിക്കാതെ വിവാഹം കഴിക്കണമെന്ന്. ഇത് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു വാങ്ങിക്കാതെ നന്മ ഉണ്ടാകുന്നില്ല. ഈ ചിലര് പെന്തിക്കോസൊക്കെ ആയിരിക്കും. പക്ഷെ ആദ്യമേ സ്ത്രീധനം ചോദിക്കാനായിട്ട് ആളെ പറഞ്ഞു വിടും മുമ്പേ. ഈ പിടിക്ക് മേടിച്ചു കഴിഞ്ഞാണല്ലോ കുടുംബത്തിലൊരു നന്മ ഉണ്ടാവത്തില്ല. ഞങ്ങൾ പോകുമ്പോൾ ബസ്സിന് പോകാൻ പൈസ ഇല്ലാതെ ലോറിയുടെ മുകളിൽ കയറി ഇരുന്ന ഞാനും 3 ദിവസം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞ് തിരിച്ചു പോവുക വടക്കേ ഇന്ത്യയിലേക്ക്. പോകുമ്പോൾ ഒരു 2 പെട്ടിയുണ്ട്. ഈ പെട്ടിയിൽ ഞങ്ങളുടെ വസ്ത്രം, ഒരു നല്ല പാത്രമില്ല. ഞാൻ ഉത്തർപ്രദേശിൽ ചെന്നിറങ്ങിയപ്പോൾ ഇതെന്താ, ഒരു മുറിയുള്ളൂ. ആ ഒരു മുറിയിൽ ഭയങ്കര ചൂട്, നല്ല ഫാനില്ല. ആരോ വാങ്ങിച്ചതൊരു ഒരു ടേബിൾ ഫാൻ. അതുകൊണ്ടാണ് ചൂട് നിൽക്കും, പുറത്ത് കിടക്കണം. എന്തായാലും ഒരു കുറ്റവും പറയാതെ എൻ്റെ കൂടെ നിന്നു. ഇന്ന് ആയിരക്കണക്കിന് വിശ്വാസികളെ സ്നാനപ്പെടുത്താൻ ദൈവം ഭാഗ്യമുണ്ട്. അനേക ഗ്രാമങ്ങളിൽ, കൊച്ചു ഗ്രാമങ്ങളിൽ ചർച്ച പണിയാൻ പറ്റും. ഒരു വിശ്വാസികൾ പോലും ഇല്ലാത്തടത്തേക്ക് കയറി ചെല്ലാൻ ദൈവം ഭാഗ്യം തന്നു. ഞാൻ പറയട്ടെ, അനുഗ്രഹം എപ്പോഴാണ് നിലനിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്, നമ്മൾ നടക്കുമ്പോഴാണ്, നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ പിന്തുടരുന്ന അനുഗ്രഹം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹം നിലനിൽക്കുന്നതാണ് ഓർത്തെ. അല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഈ കാലേബ് വിശ്വസിച്ചതുപോലെ പുതിയ സ്ഥലങ്ങളിലേക്ക് കയറി ചെന്നിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹം അറിയാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. എൻ്റെ ഭാര്യയ്ക്ക് ജെസ്സിക്ക് 13 പ്രാവശ്യം മലേറിയ കൈക്കൊടുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു, ജെസ്സി, എനിക്ക് നിന്നെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു പ്രാവശ്യം, എൻ്റെ മോനും ഒരു പ്രാവശ്യം. പക്ഷെ ഞാൻ വിചാരിച്ചു, എന്താ ജെസ്സിക്ക് വീണ്ടും ഇങ്ങനെ വരുന്നേ? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജെസ്സിയോട് പറഞ്ഞു, ജെസ്സി, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും. ആരാധന കഴിഞ്ഞിട്ട് ജെസ്സി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ പറയാം, ചില ഈ സാക്ഷ്യം പറയാനായിട്ട് സഭയിലേക്ക് എത്തിക്കുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിന് കൂടുതൽ അമ്മമാര് പ്രാർത്ഥിച്ചു അന്നാലും സുഖമായിട്ട് പറയുന്നതിന് കൂടുതൽ ചിലപ്പോൾ അസൂയ തോന്നുന്നുണ്ടോ? എന്നാലും രക്ഷതോ എന്നേക്കാൾ കൂടുതൽ ആളുകൾ അത് കഴിഞ്ഞിട്ട് ആ മലേറിയ വന്നില്ല, ആ ടൈഫോയിഡ് വന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ദുഃഖമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഈ ശക്തി പകരപ്പെടുന്നത്, അതായത് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ രോഗികളിലേക്ക് ദൈവം നേരെ അകറ്റുമല്ല. യേശു കർത്താവ് അല്ല സൗഖ്യമാകുന്നേ, നമ്മളുടെ ശക്തി വ്യാപരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് സൗഖ്യം ഉണ്ടാവുന്നത്. നമ്മളിലൂടെ സൗഖ്യം, അതായത് പലരും പ്രാർത്ഥിക്കും, കർത്താവേ നീ പോണേ, കർത്താവ് പോകത്തില്ല, നമ്മൾ പോണം. രാമചന്ദ്രനോട് പറഞ്ഞു, എന്റെ വടക്കേന്ത്യയില പ്രവർത്തിക്കുന്നല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്നെ അറിയില്ലല്ലോ, എന്നെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വടക്കേന്ത്യയിലൂടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന് എളുപ്പമല്ലേ, ഇങ്ങനെ കൊട്ടയിലിട്ട് കർത്താവെ നീ പിടിച്ചോന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ. അല്ല, നമ്മൾ പോകണം.
ഒരു കുടുംബത്തിൽ കയറണം. കാലേബ് പറയുക, നമുക്കത് പ്രാപിച്ചെടുക്കാൻ പറ്റും. ഈ ദേശം കർത്താവിന്റെ ദേശമാക്കി തീർക്കണമെങ്കിൽ ആര് പോകണമെന്നറിയോ? ദേശത്തിന്റെ ഇടുകയും കുറുകയും നമ്മൾ നടക്കണം. ഹല്ലേലൂയ. നമ്മൾ വീടുകൾ കയറി ഇറങ്ങുവാണെങ്കിൽ ഒരിക്കൽ പോലും ഒരു സുവിശേഷം പോലും വെട്ടാത്ത ഗ്രാമത്തിലൂടെ ഞാൻ പോകും. ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ 94, 95 ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് നോക്കും, ദൈവമേ ഒരു കുരിശ് കണ്ടെങ്കിൽ, ഒരു കുരിശ് ഷൗക്കോട്ടയിലെങ്കിലും ഒരു കുരിശ് കണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ തിങ്കളാഴ്ച ഞാൻ ജെസ്സി 2 കുഞ്ഞുങ്ങളെ ആരും കാവലില്ലാത്ത ഒരു ചെറിയ റൂമിലാക്കിച്ച് ഞാൻ ഇറങ്ങിപ്പോയി. ഗ്രാമങ്ങളിൽ പോയിരുന്ന പ്രസംഗത്തിൽ കൈകൊട്ടി പാടും, മുക്തിദിലായ യേശുവിന, ശാന്തിദിലായ യേശുവിന പാട്ട് പാടും. എന്നാലും 10 പേര് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൗഖ്യം ആരെങ്കിലും സൗഖ്യം. ഈ സൗഖ്യമാക്കുന്നവര് സൗഖ്യമാകുന്നവര് അവരുടെ വീട്ടിൽ വിളിക്കും. അവരെ വീട്ടിൽ വിളിക്കുമ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയും, അടുത്ത ഞായറാഴ്ച വരും കേട്ടോ. അങ്ങനെ ഓരോ ഗ്രാമങ്ങള് സുവിശേഷം എത്തിക്കാൻ പറ്റി. ലോക സൗഖ്യമില്ലേ, അത് ഏറ്റവും പ്രാധാന്യമാണ്. പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിക്കും. പലരും കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവമേ നിന്നെ ആത്മാവിൽ നിറക്കണേ. ഞാൻ പറയാം, കൃപാവരങ്ങൾ എങ്ങനെ ഉണ്ടാവുമെന്നറിയോ? നിങ്ങൾ പോയി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിലേ ദൈവത്തിന്റെ കൃപാവരങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുത്തുള്ളൂ. ഇല്ലാണ്ട് വെളിപ്പെടില്ല. കർത്താവേ നീ നിറക്കണേ നിറക്കണേ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നല്ല, നമുക്ക് കൃപാവരങ്ങൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വർഷം കഴിഞ്ഞ് നമ്മൾ കാണുന്നു വളരെ പണ്ടത്തെക്കാളും സുന്ദരനാണ്. നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ ശക്തി പകരപ്പെടുന്നത്. അതായത് കൃപാവരങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരും കൃപാവരങ്ങൾ നിറയത്തില്ല. നാം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ വായിച്ചു. മറ്റൊരുവന് എന്താ? ഒരുവന് ബുദ്ധിയുടെ വാക്യം, ഒരുവന് എന്താ? ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുവന് കൃപാവരങ്ങള്, അത്ഭുതം ചെയ്യുവാനുള്ള ബലം, രോഗശാന്തിയുടെ ശുശ്രൂഷ, അന്യഭാഷയിൽ സംസാരിക്കുവാനുള്ളത്. ഇത് ആർക്കറിയാമോ? പ്രവർത്തിക്കുന്നവർക്ക്, കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുന്ന ദേശത്തിന്റെ ഏഴുകയും കുറുകയും നടക്കുന്നവർക്ക് അവരിലൂടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. അവരിലൂടെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവേ എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പോയിട്ട് നമുക്ക് പോകാമെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും സംഭവിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന എല്ലാ പ്രശ്നവും ദൈവത്തിൽ നമ്മളങ്ങ് ചെയ്യാം, നടക്കില്ല. ഞാനൊരു ചെറുപ്പക്കാരോട് ചോദിച്ചു, കല്യാണം കഴിക്കുന്നില്ലേ? എന്നോട് പറഞ്ഞു, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ പാസ്റ്റർ. ഞാൻ പറഞ്ഞു, സെറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാണ് പാസ്റ്റർ? ഞാൻ പറഞ്ഞു, അവസാനത്തെ ആൾ നമ്മുടെ ശവപ്പെട്ടിയിലായിരിക്കും. അതുവരെ ഒന്നും സെറ്റാവത്തില്ല, അതുവരെ ഇങ്ങനെ സെറ്റാവത്തില്ല. നമ്മൾ ഈ ജീവിതം ഉണ്ടല്ലോ, ഇങ്ങനെ പ്രയാസത്തിലൂടെ നടക്കുക, ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഒരു പ്രശ്നം, ഒരു സീസൺ കഴിയുമ്പോൾ മറ്റൊരു സീസൺ, ആ സീസൺ കഴിയുമ്പോൾ മറ്റൊരു സീസൺ. ഈ സീസണിലെല്ലാം എന്ത് ചെയ്തോന്നിരിക്കണോ? ഈ കാലം പറഞ്ഞതുപോലെ എന്റെ ദൈവത്താൽ ഇത് സംഭവിക്കും. 10 പേര് കൂടെ നിന്ന് വിളിച്ചു പറഞ്ഞ് സാധ്യമല്ല, ഇവരുടെ മുമ്പിൽ നമുക്ക് സാധ്യമല്ല എന്ന് 2 പേര് ആത്മാവിന്റെ ബലത്തോടെ വിളിച്ചു പറഞ്ഞ് സാധ്യമാ. ദൈവം പറഞ്ഞത് സംഭവിക്കും. നമ്മൾ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അത് നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ സ്ഥിതികൾ മാറും. നമുക്ക് സ്തുതിക്കാൻ നമ്മളിലൂടെ ഒരു പ്രവർത്തനം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണമെന്നറിയോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കണം. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഗ്രാമത്തിൽ ചെന്ന് കഴിയുമ്പോഴേ 10-30 വിശ്വാസികൾ മരത്തിലും ചോട്ടിലും ഒക്കെ ആയിരിക്കും ആരാധന. ഞാൻ പറയും, നമുക്കൊരു ചർച്ചിന്റെ അടിസ്ഥാനം ഈ അടിസ്ഥാനം ഇട്ടിട്ട് ഞാനായിരിക്കും മെയിൻ മേസ്ത്രി. അതിൻ്റെ അളവൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. 42 ചർച്ച് എൻ്റെ കൈ കൊണ്ട്. ഞാൻ എൻ്റെ മോൻ കോളേജ് പഠനം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഡാഡി ഞാൻ ഇനി പഠിക്കാൻ പോട്ടെ. ഞാൻ പറഞ്ഞു, ഏതാ എൻ്റെ കൂടെ വാ, മേസ്ത്രി പണി പഠിപ്പിക്കാം. അവനെ ചോദരിക്കാനറിയാം, തേക്കാനറിയാം, കെട്ടാനറിയാം, വെൽഡിങ് അറിയാം. ഞാൻ വെൽഡിങ് മെഷീൻ പഠിച്ചു. ആദ്യമൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ ചെറിയ തോളം വലുതാവുമായിരുന്നു.
കൂടിയിരിക്കുന്നു, പൊടിഞ്ഞു പോയി. വിശദോ ഞാനൊക്കെ എന്നെ ഒരിക്കലും സാധ്യമല്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ ദാവീദിന്റെ വിരലുകളെ യുദ്ധം പഠിപ്പിച്ചില്ലേ, ഞാൻ കർത്താവേ നിന്റെ വേല ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വിരലുകൾക്ക് നീ അഭ്യാസം തരണം. ഹല്ലേലൂയ. ദൈവം അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതം മാറ്റം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ വിശ്വാസം പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. നിങ്ങളുടെ സ്ഥിതികളെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ കർത്താവിന്റെ മാനസാന്തരമില്ലാത്ത കുടി പറയരുത്. അത് വായിക്കൊണ്ട് പറയരുത്. എൻ്റെ ഭർത്താവിനോടൊപ്പം, എൻ്റെ ഭാര്യയോടൊപ്പം, എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഞാൻ ആലയത്തിലേക്ക് പോകും. പറഞ്ഞു തുടങ്ങണം. അല്ലാതെ അത്ഭുതങ്ങൾ കാണത്തില്ല. പാസ്റ്റയെ കുറിച്ച് ഞാൻ ഒത്തിരി കാലങ്ങളായി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. വലിയ ചർച്ച പണിതിട്ട് ഓരോ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലാത്ത കാലത്ത് അത് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചതിനെ കുറിച്ച് ഞാൻ പലയിടത്തും പറയാറുണ്ട്. അത് നിറഞ്ഞു, വീണ്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പറയണം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, വിശ്വാസത്തെ കണ്ടുകൊണ്ടിരിക്കണം. ഈ വിശ്വാസത്തെ കണ്ടിട്ട് എന്ത് ചെയ്യണമറിയോ? അതിലേക്ക് ജീവൻ കൊടുക്കണം. ജോസഫ് ഉറങ്ങിക്കിടന്നപ്പോ കണ്ടതൊന്നുമല്ല സ്വപ്നം. അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ സ്വപ്നം കേൾപ്പി. നമ്മൾ സ്വപ്നം ഉണ്ടാക്കണം. സ്വപ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയണം. ഇതൊക്കെ ഒറ്റ ദിവസം ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മൾ വിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, വലിയ സ്വപ്നങ്ങൾ നമുക്ക് പറയാം. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, കർത്താവേ 100 ചർച്ച് ഈ ഗ്രാമങ്ങളിലൂടെ പണിയാൻ നീ കൃപ തരണമേ. ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പലതിൻ്റെ അടിസ്ഥാനമിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയും, കർത്താവേ ഇതൊക്കെ പൂർത്തീകരിക്കാൻ ഞാനും ജെസ്സി പണിത് മടുത്ത് രാത്രിയിലൊക്കെ വരുമ്പോൾ ഞാൻ പറയും, ജെസ്സി എന്നോട് പറയും, വിശ ഇതിങ്ങനെ പണിത് നിർത്തി പണി. പക്ഷെ അടുത്തൊരു ദൈവദാസൻ അവിടെ ചർച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം പറഞ്ഞു പോകും. പിന്നെയും പണി. ജെസ്സി അവസാനം പറയും, കർത്താവെ കല്ല് ചുമന്നാലും വേണ്ടിയല്ല, ആരോഗ്യം തരണേ. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ, നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുവാണെങ്കിൽ, കർത്താവിന് വേണ്ടി കയറി ഇറങ്ങി നടക്കുവാണെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ കുറിച്ച് എന്താ പറഞ്ഞറിയോ? ബിക്കോസ് ഓഫ് യുവർ ഫാദർ എബ്രഹാം ഐ ആം ഗോയിങ് ടു ബ്ലെസ് യു. അതായത് നിന്റെ പിതാവായ അബ്രഹാം കാരണം ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാം. ഇസ്ഹാക്ക് ചെയ്തുകൊണ്ടല്ല, നമ്മൾ ചെയ്തത് നമ്മുടെ മക്കൾക്ക് നന്മയായി തീരട്ടെ. അതുകൊണ്ട് കാലേബിനോട് പറയുക, നിന്റെ സന്തതി ഈ ദേശം കൈവശമാക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നീ നിന്റെ മക്കൾ ചെയ്തുകൊണ്ടല്ല, നീ വിശ്വസിച്ചുകൊണ്ട്. നാം വിശ്വസിക്കുമ്പോൾ, നാം പറയുമ്പോൾ, ദൈവത്തിന് വേണ്ടി നടക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹം നമ്മളിൽ ഒതുങ്ങത്തില്ല. എവിടെ ചേരുന്നറിയോ? നമ്മുടെ മക്കളിലേക്ക് പകരപ്പെടും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവമേ, കരങ്ങളിൽ ഉയർത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. കാലേബിനെ പോലെ പുതിയത് കാണാൻ 12 പേരും ഫെയിലായി പോയപ്പോൾ, 12 പേരും തകർന്നു പോയപ്പോൾ വിശ്വാസത്തോടെ നിന്ന കാലേബിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മ പറയുക, I am going to give you this land for his children. അവന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ദേശത്തെ കൊടുക്കും. എന്തുകൊണ്ടാണെന്നറിയോ? എന്നെ കണ്ണടച്ചവൻ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞതുപോലെ വിശ്വസിച്ചു. എൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞത് അതേപോലെ വിശ്വസിച്ചു. അതുകൊണ്ട് കാരണമില്ലാതെ അനുഗ്രഹിക്കപ്പെടത്തില്ല, കാരണമില്ലാതെ വളരത്തില്ല. നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ, ഒരു പൊട്ടനെ പോലെ പുറകെ നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ഒരു അത്ഭുതം വേണമെന്ന് ആഗ്രഹമുള്ളവര്, സ്ഥിതികളെ മാറ്റണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഇനിയും എനിക്ക് അത്ഭുതങ്ങൾ കാണണം, ഇനിയും എനിക്ക് സ്ഥിതികൾ മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പല ഭാഷകൾ സംസാരിക്കും. ഒരു ഭാഷ അറിയാവുന്ന ഞാന്, അതും എല്ലാത്തിനും തോക്കുന്ന ഞാന് പല ഭാഷകൾ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഇംപോസിബിൾ ഫോർ മീ. പക്ഷേ പല ഭാഷകൾ, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, എല്ലാ ഭാഷകളിലും പ്രസംഗിക്കാൻ ദൈവത്തിന് ശക്തി തന്നു. നിന്റെ ബുദ്ധിയെ മാറ്റും, നിന്റെ പലവിധ സ്ഥിതികളെ മാറ്റും, നിന്റെ കുടുംബത്തെ മാറ്റും, നിന്റെ കൈകളിലെ പ്രവൃത്തികളെ സഫലമാക്കും. എന്തുകൊണ്ടെന്നാ? He has a different spirit. അവന് വേറൊരു ആത്മാവുള്ളത് കൊണ്ട്, വേറൊരു ചിന്തയുള്ളത് കൊണ്ട്. 10 പേര് ചിന്തിച്ചത് പോലെയല്ല, കൂടത്തിൽ നടക്കുന്നവർ ചിന്തിക്കുന്നത് പോലെയല്ല, കൂടത്തിൽ നടക്കുന്ന പറയുന്ന പോലെയല്ല, കൂടത്തിൽ നടക്കുന്നവർ ആലോചിക്കുന്ന പോലെയല്ല. If you think differently, the spirit will follow you. The spirit of victory will follow you. നിന്റെ ജയത്തിന്റെ ആത്മാവ് നിന്നെ
കൈകൾ ഉയർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവമേ, ഞാൻ ഈ ഉയർന്നിരിക്കുന്ന കരങ്ങളെ അനുഗ്രഹിക്കുക, അവളുടെ ചിന്തകളെ അനുഗ്രഹിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തിന്റെ കർത്താവേ, അനുഗ്രഹത്തിന്റെ ശക്തി ഈ ജനത്തിലൂടെ പകരണമേ. 12 പേരിൽ 10 പേർ തോറ്റുപോയപ്പോൾ, അവര് കർത്താവെ മരുഭൂമിയിൽ തകർന്നു പോയപ്പോൾ, കർത്താവെ വിശ്വാസത്തോടെ നിന്ന കാലേബും യഹോശുവയും അവരൊരു പുതിയ മനസ്സോടെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ദേശത്തേക്ക് നടന്ന് അനുഗ്രഹം പ്രാപിച്ചതുപോലെ, പ്രാപ്തരായതുപോലെ ഇന്നിവിടെ ആയിരിക്കുന്ന ഈ വാക്യം കേൾക്കുന്ന സകല ജനത്തിലും ദൈവത്തിന്റെ ശക്തി പകരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി പകരപ്പെടട്ടെ. പൈശാചിക ശക്തികൾ അഴിഞ്ഞു പോകട്ടെ. കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ മേലും ഹല്ലേലൂയ പൈശാചിക അധികാരികളുടെ മേലും ആധിപത്യത്തിന്റെ മേലും ജയം പ്രാപിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഭ ഇനിയും കർത്താവേ വളരട്ടെ. ദിവസം മുഴുവൻ ആരാധനയുള്ള ആലയമായി മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആഴ്ച മുഴുവൻ ആരാധനയുള്ള ആലയമായി വരട്ടെ കർത്താവേ. സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ ദാസന്റെ മേൽ ആത്മാവ് കാലേബിനെ പോലെ ഒരു ആത്മാവിനെ കൊടുക്കണമേ കർത്താവേ. ഇരുമ്പ് രഥമുള്ള ദേശം കൈവശമാക്കുവാൻ കാലേബിനുള്ള ആത്മാവ് യേശു ക്രിസ്തുവിലൂടെ നിന്റെ ദാസന് കൊടുക്കണം. ഈ ജനത്തെ അനുഗ്രഹിക്കണം, കൃപയിൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. മുഖത്തിൽ മുഖം നിരൂപമായി ചാട്ടവാൾ കൊണ്ടടിച്ചു വലിച്ചപ്പോൾ മുതുകുഴവ് ചാല പോലെ കീറപ്പെട്ടു. അതെ, അമ്മൻ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാൻ ഹൃദയം കുത്തിത്തുളയ്ക്കപ്പെട്ടു. കൈക്കാലുകളിൽ, ശരീരം മുഴുവനും, തലയിലും മുറിവുകളേറ്റ് കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്ക നിലയ്ക്ക് നിരൂപനായി തീർന്ന